മര്യാദയ്ക്ക് ഒരു ടാസ്ക് പോലും ചെയ്യാൻ അറിയാത്ത മത്സരാർത്ഥികൾ എന്ന് വേണം ഇവരെ പറയാനായിട്ട്. ഈ ടാസ്ക് കൊളമാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര കൊളമാക്കലാണ് അവർ നടത്തിയത്. പിന്നെ ഉള്ളതിൽ മികച്ചു നിന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനീഷാണെന്ന് പറയേണ്ടി വരും. അനീഷ് മാസായി. അതുപോലെ തന്നെ അനുമോളും അവിടെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്ന് അവിടെ വ്യക്തിത്വം തെളിയിച്ചു. അവിടെയും അനുമോളും കുറച്ചൊക്കെ മാസായി എന്നേ ഞാൻ പറയുള്ളൂ. ബാക്കി എല്ലാം ഗെയിം അങ്ങ് കൊളമാക്കി നശിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. നമുക്കറിയാം, ബോട്ടിൽ ടാസ്ക് ആണ് അവർക്ക് നൽകിയിരുന്നത്. ഏജന്റുമാരെ ബോട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കും. അതായത് ജ്യൂസ് നിർമ്മിക്കുന്നവർക്ക് കൊണ്ടുകൊടുക്കുന്നു. ജ്യൂസ് നിർമ്മിക്കുന്ന രണ്ടുപേരെന്ന് പറയുന്നത് ഒന്ന് നിവിനാണ് ഓറഞ്ച് ജ്യൂസ്, മറ്റൊന്ന് അനീഷാണ് ലെമൺ ജ്യൂസ്. അപ്പോൾ ഇവരിൽ നിന്ന് ബോട്ടിൽ കളക്ട് ചെയ്ത് ആ ബോട്ടിലിൽ ജ്യൂസ് നിറച്ച് അതിനു മുമ്പായിട്ട് ഇവർ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ഇവരൊരു സാമ്പിൾ ബോട്ടിൽ തയ്യാറാക്കണമായിരുന്നു. ആ സാമ്പിൾ ബോട്ടിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ള ബോട്ടിലുകളൊക്കെ നിറയ്ക്കാനായിട്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള നമ്മുടെ തലയിണ ഓർമ്മയുണ്ടാവും, പില്ലോ നിറയ്ക്കുന്ന പഞ്ഞി നിറയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? അതുപോലെയുള്ള ഒരു ടാസ്ക് ആണ് ഇവിടെ ബോട്ടിലായെന്നുള്ളൂ. എന്നിട്ട് അത് നിറച്ച് അവിടെ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസേഴ്സ് ആയിട്ട് രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്, ജിഷിനും അനുമോളും. ഇവർ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അതിൽ എത്ര എണ്ണം എടുക്കണം എന്ന് തീരുമാനിക്കുന്നു. അതിനനുസരിച്ചാണ് ഇവർക്ക് ഗോൾഡ് കോയിൻ കിട്ടുന്നത്, അവിടെ എടുക്കുന്നത്. അങ്ങനെ അവിടെ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറിന്റെ അടുത്തേക്ക് 11 ബോട്ടിലുകളായിട്ടാണ് അനീഷ് ലെമൺ ജ്യൂസ് ആയിട്ട് കൊണ്ടുവന്നത്. അവിടെ ഓരോ ബോട്ടിലിനെയും അവിടെ കുറ്റങ്ങൾ അനുമോൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള നീറ്റ്നെസ് ഇല്ലായ്മ, ബോട്ടിലെ സ്ക്രാച്ചസ്, അതുപോലെ തന്നെ ബോട്ടിൽ ഇങ്ങനെ ചെരിച്ച് കാണിക്കുമ്പോൾ ജ്യൂസ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് എല്ലാം തന്നെ റിജക്ട് ചെയ്യുന്ന രീതിയിലാണ് അനുമോൾ അവിടെ സംസാരിച്ചത്. പക്ഷേ അനീഷ് അവിടെ വളരെ നീറ്റായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അനീഷ് അവിടെ നിന്ന് വളരെ ബഹുമാനപൂർവ്വം നിന്ന് സംസാരിച്ച് അതെടുക്കണം, ഇത് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വളരെ നീറ്റായിട്ടാണ് അനീഷ് അവിടെ നിന്ന് സംസാരിച്ചത്. അവിടെ ഈ പറയുന്ന ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസേഴ്സിനെ മാക്സിമം സോപ്പ് ഇട്ട് നിന്നുകൊണ്ട് 1-2 ബോട്ടിൽസ് അവിടെ എടുപ്പിക്കാനായിട്ട് അനീഷിനെ സാധിക്കുമായിരുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനുമോൾ അതിനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അനുമോൾ നിന്നിരുന്നത്. ഒരു പക്ഷേ സോപ്പിട്ട് നേടാവുന്നതും ആയിരുന്നു. പിന്നീട് വന്ന നെവിൻ 8 ബോട്ടിലുകളാണ് കൊണ്ടുവന്നത് ഓറഞ്ച് ജ്യൂസുമായിട്ട്. പക്ഷേ അത് കണ്ടപ്പോഴും അനുമോള് എല്ലാം റിജക്ട് ചെയ്തു. കാരണം മറ്റൊന്നുമല്ല, അതിൽ പല ക്വാണ്ടിറ്റി ആയിരുന്നു. ജ്യൂസിന് ഭയങ്കര പുളിപ്പും ഉണ്ടായിരുന്നു. പിന്നെ പല കുപ്പികളിലും പലതായിട്ട് നിറച്ചിരിക്കുന്നു. പിന്നെ കുപ്പിയുടെ പുറത്തു മുഴുവൻ ജ്യൂസ് ഒലിച്ചു പോയിട്ട് കയ്യിൽ ഒട്ടുന്നു എന്നൊരു കാരണവും അനുമോൾ അവിടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് രണ്ടുപേരുടെയും എല്ലാ ജ്യൂസ് കുപ്പികളും റിജക്ട് ചെയ്ത് അവിടെ അനുമോൾ നിന്നു. പക്ഷേ ജിഷിൻ അനുമോൾക്കൊപ്പം നിൽക്കാനായിട്ട് തയ്യാറായില്ല. ജിഷിൻ അവിടെ നമുക്ക് നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ജിഷിൻ അവിടെ സംസാരം നടന്നു. അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു ഒത്തൊരുമില്ലാത്തത് അതിനെ ബാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. ജിഷിനും അനുമോളും തമ്മിൽ ഒരു ഒത്തൊരുമ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ ഒരു സംഹാര താണ്ഡവായിരുന്നു. അവര് മുഴുവൻ അലമ്പാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അലമ്പാക്കി. അവരൊരാളെയും പറയാനില്ല നല്ലതെന്ന്, മൊത്തത്തിൽ അലമ്പാക്കായിരുന്നു. അവര് വന്നിട്ട് അവിടെ നമ്മുടെ അനീഷിന്റെ കുപ്പികളാണ് അവരെടുത്ത് ഉപയോഗിച്ചത്. അനീഷിന്റെ കുപ്പികൾ കട്ടുകൊണ്ട് പോകുന്നു, അതിൽ നിന്ന് ജ്യൂസ് എടുത്ത് കുടിക്കുന്നു, എടുത്ത് ഒഴിച്ചു വെക്കുന്നു, എടുത്ത് ഒഴിച്ചു കളയുന്നു. അങ്ങനെ അനീഷിന്റെ ബോട്ടിലുകൾ മുഴുവൻ അവര് അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ അനീഷോട് പറയുന്നുണ്ട്. അനീഷിന്റെ ഗ്രൂപ്പിലുള്ള ആരെയും ഇതിനെ എതിരെ സംസാരിക്കുന്നുണ്ട്. അവിടെ ഇത് ചെയ്യുന്നത് ശരിയല്ല, ഞങ്ങളുടെ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അനുമോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവിടെയാണ് അനുമോൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് അതൊക്കെ ഫേസ് ചെയ്യണമായിരുന്നു. അനുമോള് ഞാൻ എല്ലാം റിജക്ട് ചെയ്യാണ്, എനിക്ക് ഇതിനൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം പിന്നെ ഇവരെല്ലാവരും കൂടി എല്ലാ ടാസ്കും കുളമാക്കി. പിന്നെ ഓറഞ്ച് ജ്യൂസ് കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ട്, അല്ലാതെ ലെമൺ ജ്യൂസ് എല്ലാം നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ജിഷിൻ ഒരു കാര്യം പറയുന്നത്, ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ്. 4 എണ്ണം അപ്രൂവ് ചെയ്യാം ലെമൺ ജ്യൂസ്, അതായത് അനീഷിന്റെ 5 എണ്ണം അപ്രൂവ് ചെയ്യാം നമ്മുടെ നെവിന്റെ എന്നൊരു കാര്യം അവിടെ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് അനീഷ് തയ്യാറായില്ല. അതെങ്ങനെ ശരിയാവും? 11 എണ്ണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞാനാണ്, അവർ വെറും 8 എണ്ണേ കൊണ്ടുവന്നിട്ടുള്ളൂ. രണ്ടുപേരിലും ഒരുപാട് ഫോൾട്ട് ഉണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ സമ്മതിച്ചു തരില്ല എന്നൊരു കാര്യം അവിടെ അനീഷ് പറഞ്ഞു. അതിനിടയിൽ നെവിനൊക്കെ കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര കലിപ്പ് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ജ്യൂസ് എടുത്ത് കുടിക്കലെന്നെ പലതവണ ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് അല്ല എന്ന് പലതവണ വിളിച്ചു പറഞ്ഞിട്ടും അവിടെ നിന്ന് പോയിട്ട് ജ്യൂസ് എടുത്ത് കുടിക്കലാണ്. ഈ നിവിനൊക്കെ പിന്നെ എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആകെ തിന്നണം കുടിക്കുന്ന മാത്രമേ നിവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിചാരമുള്ളൂ, ബാക്കി ഒരു വിചാരം നിവിനില്ല. ഇത് പോയിട്ട് അനീഷിന്റെ അവിടെ പോയിട്ട് ജ്യൂസ് എടുത്ത് കുടിക്കുന്നു, സ്വന്തം ജ്യൂസ് എടുത്ത് കുടിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ട് ബിഗ് ബോസ് തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ നിലയ്ക്ക് അനീഷ് ആണെന്നുണ്ടെങ്കിൽ ജഡ്ജിമാരുടെ അടുത്ത് നിന്ന്, അതായത് ഓഫീസേഴ്സിന്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല. അവിടെ നിന്ന് അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഷിനാണ് അവിടെ ഇരുന്നിരുന്നത്.
അനുമോൾ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തിരുന്നു. അനുമോളുടേതായ റീസൺസ് പറയുന്നുണ്ട്. പല കുപ്പികളുടെയും കയ്യിൽ ഒട്ടുന്നതിനെ കുറിച്ചും അവിടെ ചെരിച്ചു പിടിക്കുന്ന സമയത്ത് പോകുന്നതിനെ കുറിച്ചും. അപ്പൊ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ്, അപ്പൊ അത്രയും നീറ്റ് ആയിട്ടുള്ള കുപ്പികൾ എടുക്കാൻ പറ്റുള്ളൂ, ടേസ്റ്റ് നോക്കണം, നീറ്റ്നെസ് നോക്കണം എന്നൊക്കെ ബിഗ് ബോസ് തന്നെ അതിന്റെ റൂള് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ റൂളുകൾ വെച്ച് നോക്കുന്ന സമയത്ത് അനുമോൾക്ക് അത് മുഴുവൻ റിജക്ട് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. പക്ഷേ ഇവിടെ ഇവരിൽ രണ്ടുപേരില്, അതായത് അനുമോളും ജിഷനിലും വരുന്ന രണ്ടുപേരിൽ ഒരാൾക്ക് അവിടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നേരിട്ട് മത്സരിക്കാനുള്ള ഇതുണ്ട്. അത് വീട്ടിലുള്ളവരാണല്ലോ അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ജിഷിൻ നൈസായിട്ടൊന്ന് കളിച്ചു, നല്ല പിള്ള ചമയാനായിട്ട് നൈസായിട്ടൊന്ന് ജിഷിൻ നോക്കി. അപ്പോൾ അതിനാണ് ജിഷിൻ അവിടെ കോംപ്രമൈസിന് തയ്യാറായത്. പക്ഷേ അവിടെ കോംപ്രമൈസിന് തയ്യാറായ സമയത്ത് അവിടെ ഒരു കൂട്ടർക്ക് 5 ഒരു കൂട്ടർക്ക് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷ് സമ്മതിച്ചു കൊടുക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ അവിടെ ബോട്ടിൽസ് ഒന്നുമില്ല, ഏതാണ് നല്ലത് ഏതാ ചീത്താന്ന് അവിടെ പറയാനായിട്ട് ബോട്ടിൽസ് ഒന്നും ബാക്കിയില്ല. അപ്പോഴാണ് അവരെ 5 എണ്ണം അംഗീകരിക്കാന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അനീഷ് എന്ത് ചെയ്തു, മരണമാസമായിട്ട് അനീഷ് അതെല്ലാം എടുത്തെറിഞ്ഞ് പൊട്ടിച്ചു. അനീഷിന്റെ ഭാഗത്ത് തുടക്കത്തിൽ തന്നെ ഫോൾട്ട് ഉണ്ടായിരുന്നു. കാരണം സാമ്പിൾ ബോട്ടിൽ തയ്യാറാക്കിയില്ല എന്നുള്ളത് അനീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു ഫോൾട്ടാണ്. കൂടാതെ അനീഷ് തലയിൽ ക്യാപ്പ് വയ്ക്കാതെയാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോള് ഈ അനീഷിന്റെ ബോട്ടിലുകൾ തള്ളിയത്. പക്ഷേ ഇവിടെ അനീഷിന്റെ എല്ലാ ബോട്ടിലുകളും എടുത്ത് നശിപ്പിക്കപ്പെടുകയും എന്നിട്ട് 4 എണ്ണം സ്വീകരിക്കാന്ന് പറയുകയും മറ്റവരുടെ 5 എണ്ണം സ്വീകരിക്കാന്ന് പറയുകയും ചെയ്തപ്പോൾ അനീഷ് പിന്നെ കൺട്രോൾ ഇല്ലാതെ എല്ലാം എടുത്തെറിഞ്ഞ് അങ്ങ് പൊട്ടിച്ചു. ഇത് തന്നെ ജിഷിനും അനുമോളും തന്നെ പറഞ്ഞു ഞങ്ങളെല്ലാം റിജക്ട് ചെയ്തിരിക്കുന്നു. ബിഗ് ബോസ് ചോദിച്ചു അവിടെ എന്താണ് നിങ്ങളുടെ തീരുമാനം ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ റിജക്ട് ചെയ്യാതെ വേറെ വഴിയില്ല, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് പോയിരുന്നു. അപ്പോൾ ലിവിംഗ് റൂമിൽ വെച്ചിട്ട് ഇനി വീണ്ടും ഒരു കോംപ്രമൈസ് ചർച്ച അവർ വീണ്ടും തീരുമാനിച്ചെന്ന് തോന്നുന്നു. ആ തീരുമാനത്തിൽ 4 ബോട്ടിലുകൾ വീതം രണ്ടുപേർക്കും കോംപ്രമൈസ് ആയിട്ട് തുല്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടർ കുറച്ചിലും കൂട്ടലും സമ്മതിക്കുന്ന കാര്യമില്ല. കാരണം അവിടെ മുഴുവൻ അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വല്ലാത്ത തരത്തിലുള്ള അലമ്പാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വാശി, ദേഷ്യം, പിന്നെ ഇതിന് ഗെയിമായിട്ട് കാണാനായിട്ട് ആർക്കും കഴിയുന്നില്ല. ഇതുപോലെ ഗെയിം കുളമാക്കുന്ന മത്സരാർത്ഥികൾ ഒരൊറ്റ സീസണിൽ ഉണ്ടായിട്ടില്ല. ഈ സീസണിൽ ഈ 50 ദിവസം കഴിഞ്ഞിട്ടും ഒരൊറ്റ വീക്കിൽ പോലും നന്നായിട്ട് അവർ ഗെയിം കളിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അങ്ങനെ ബിഗ് ബോസ് അവിടെ ചോദിക്കുന്ന സമയത്ത് 2 കൂട്ടർക്കും സെയിം പോയിന്റുകൾ നൽകുക, 4 കുപ്പികൾ അലൗഡ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് അവിടെ ചോദിക്കുന്നുണ്ട് അതിനെ ബോട്ടിൽസ് എവിടെ? കാരണം ഒരൊറ്റ ബോട്ടിൽ പോലും ഇല്ല. 2 കൂട്ടരുടെയും 4 ബോട്ടിൽ വേണ്ടേ? 4 ബോട്ടിൽ ഇല്ല അവിടെ. അപ്പൊ പിന്നെ ഇതെങ്ങനെ കൊടുക്കും? അതാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പോയിന്റ്. അപ്പോ ഈ ഗെയിം തൂക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാത് ബിഗ് ബോസ് ആണെന്ന്, ബോസ് അണ്ണനാണെന്ന്. കാരണം ഇവരെല്ലാവരും അങ്ങോട്ട് കളിക്കാം, ഒരു കളിയും കളിക്കാതെ അവിടെ അലമ്പാക്കിയിട്ട് ഞങ്ങൾക്ക് 4 പോയിന്റ് കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അവിടെ ബിഗ് ബോസ് കയറിയിട്ട് അങ്ങ് ഗെയിം തൂക്കിയടിച്ചു എന്ന് പറയേണ്ടി വരും. അതിൽ ആദ്യമൊക്കെ എന്തൊരു വെറുപ്പിക്കലായിരുന്നു. അവിടെ മൊത്തത്തിലുള്ള ഇത് കുപ്പി മോഷ്ടിക്കുന്നു, കുപ്പി ഞെളക്കുന്നു ജിസേലിൽ നിന്നിട്ട്. അയ്യോ ഈ ജിസേലിനെയൊക്കെ കുപ്പി റിജക്റ്റ് ചെയ്തു. ആകെ 2 കുപ്പി അങ്ങോട്ട് ജിസേലിന്റെ കയ്യിലുണ്ടായിരുന്നു, 1 കുപ്പി ഉണ്ടായിരുന്നു, ഒന്ന് ആരിൻ്റെ നിന്ന് വാങ്ങിയേ എന്തോ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ കൊണ്ടുവന്നപ്പോൾ അതിന്റെ സ്ക്രാച്ചസും ഇതൊക്കെ ഉള്ളതുകൊണ്ട് റിജക്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കുപ്പി ഞെളുക്കാൻ നോക്കുന്നു. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് അവിടെ നടന്നിരുന്നതെന്നറിയോ? ഇവിടുന്ന് കുപ്പി എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി കട്ട് കൊണ്ടു കൊടുക്കുക, ഇതൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടി. കുപ്പി കക്കുന്നതിൽ ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കുപ്പിയിൽ ജ്യൂസ് നിറയ്ക്കുന്ന, നല്ല കുപ്പിയിൽ ജ്യൂസ് നിറയ്ക്കുന്ന ആൾക്കാരാണല്ലോ ഏറ്റവും അധികം. അതിൽ നിന്നിട്ട് ക്വാളിറ്റി ഓഫീസേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഇത്തിരി മോഷണമൊക്കെ ആവാം, പക്ഷേ ഇത് ഭയങ്കര ഓവറായിരുന്നു ആദ്യമൊക്കെ അവിടെ കാണിച്ചു കൂട്ടിയത്. അതിൽ ഇത്രയും നന്നായിട്ട് ഗെയിം കളിച്ചത് ഷാനവാസാണ്. ഷാനവാസിന്റെ കയ്യിൽ 7 കുപ്പിയാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 കുപ്പി ഞാൻ തരാം, 1 കുപ്പി ഫ്രീ ആയിട്ടും തരാം. പക്ഷേ എനിക്ക് എത്ര കോയിൻസ് തരും? ഡീലാണല്ലോ, ഡീൽ ഏജന്റുമാരുമായിട്ടുള്ള ഡീലാണല്ലോ. അങ്ങനെ ഡീല് വെക്കാനായിട്ട് അനീഷിന്റെ അടുത്ത് ചെല്ലുന്നുണ്ടായിരുന്നു. അനീഷിന്റെ അടുത്ത് 3 കോയിൻസ് വെച്ചപ്പോൾ അനീഷ് 3 എണ്ണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നെവിന്റെ അടുത്ത് പോയപ്പോൾ നെവിൻ 1 എണ്ണം എന്തായാലും തരാം, 2 എണ്ണം എനിക്ക് കോയിൻ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നോക്കിയിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ നെവിനെയാണ് അവിടെ ഷാനവാസ് കൊണ്ടുപോയിട്ട് ബോട്ടിൽസ് നൽകുന്നുണ്ടായിരുന്നത്. അവിടെ ആ ഒരു കോംപ്രമൈസ് ചർച്ചയും ആ ഒരു ഇതൊക്കെ നടത്തുന്നത് നമ്മ രസകരമായിട്ട് ചെയ്തിരുന്നു അവിടെ ഷാനവാസ് ഗെയിമിന്റെ ഭാഗമായിട്ട്. ബാക്കി ഒരെണ്ണത്തിന് ഗെയിം അറിയില്ല, ഒരു കുന്തും അറിയില്ല. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിയും, കുറെ നശിപ്പിക്കാനും ഗെയിം കുളമാക്കാൻ അറിയാവുന്ന കുറച്ച് കൂട്ടര്. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. അതുപോലെ ടാസ്ക് കുളമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളമായിന്നേ പറയാനായിട്ട് ഇക്കാര്യത്തിൽ സാധിക്കുള്ളൂ.